വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയ അഫാൻ എന്ന 23-കാരനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 11:30 മണിക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഗുരുതരാവസ്ഥയിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ്. അഫാൻ്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമില്ല. മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ. അത് അത്യാസന്ന രോഗികളെ പ്രവേശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള സ്ഥലത്താണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അഫാൻ ഇന്നലെ 11:30-ക്ക് ഈ രാവിലെ, അതായത് ഞായറാഴ്ച, ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് വേണ്ടി TV-യിൽ സിനിമ കാണുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി മറ്റ് തടവുകാരെല്ലാം കൊണ്ടുപോവുകയും അഫാനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇറക്കുന്നതിനിടയിൽ സഹതടവുകാരൻ അഫാനെ ശരിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന സഹതടവുകാരന് ഒരു ഫോൺ കാൾ വന്നപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറിയ സമയത്താണ് അഫാൻ അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു ലുങ്കി തന്ത്രത്തിൽ കയ്യിലെടുത്ത് ശുചിമുറിയിൽ ഓടിക്കയറി അത് ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഞരക്കം കേട്ട് ഓടിയെത്തിയ സഹതടവുകാരനും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് അഴിച്ചു കിടത്തുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു. പക്ഷേ ശ്വാസം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയും ഈ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉടനടി ആംബുലൻസിൽ എത്തിച്ചത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് തലച്ചോറിലേക്കുള്ള ശ്വാസം കിട്ടാത്ത, ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായി. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് അപസ്മാരം വരികയും ചെയ്തു. തുടർന്ന് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ICU-വിൽ അദ്ദേഹത്തിനെ കിടത്തിയിരിക്കുന്നത്. അഫാനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. അത്രത്തോളം ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തലച്ചോറിനും ഹൃദയത്തിനും വളരെ ഗുരുതരമായ ഒരു ക്ഷത പറ്റിയിട്ടുണ്ട്. ആ തകരാർ അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ ഇടയാക്കുന്നതുമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം 3 പ്രാവശ്യം ഇദ്ദേഹത്തിന് ഫിറ്റ്സ് വന്നു. ഈ അപസ്മാരം കൂടി വന്നതോടുകൂടി ഇയാളുടെ നില കൂടുതൽ പരിങ്ങലിലാവുകയാണ് ചെയ്തത്. 90 ദിവസം ഈ കൊലപാതകം നടന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. തുടർന്ന് ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ചാർജ് ഷീറ്റ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അവസ്ഥയും അയാൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശ്രമിച്ചു എന്ന് പറയുന്നതിലും ചില ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇയാളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ചുമതലപ്പെടുത്തിയിരുന്ന സഹതടവുകാരന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഒരു പക്ഷേ അഫാനെ നിരീക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവസ്ഥ കണ്ടെത്തിയാൽ അഫാൻ ഒരുപക്ഷെ ഈ സൂയിസൈഡ് ചെയ്യുമെന്ന് പലവട്ടം പോലീസുകാരോട് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും അത്തരത്തിൽ ശ്രമം വന്നാൽ അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയായിരിക്കാം സഹതടവുകാരന് മൊബൈൽ കൊടുത്തിരുന്നത്. പക്ഷേ മൊബൈലിൽ ഒരു കോൾ വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് അഫാന് ഈ ശുചിമുറിയിലേക്ക് ഓടിക്കയറാനും ഞൊടിയിടയിൽ ഈ ലുങ്കി ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ കെട്ടിയിട്ടിട്ട് ആത്മഹത്യ ചെയ്യാനും കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ചില കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പോലീസ്, ജയിൽ അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അഫാനെ ഒരു കാരണവശാലും അഫാന് പോലീസിൻ്റെ വീഴ്ച കൊണ്ടല്ല, ജയിൽ അധികൃതരുടെ വീഴ്ച കൊണ്ടല്ല ഈ ആത്മഹത്യ നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ അത് തൃപ്തികരമായി സ്വീകരിച്ച് ഈ സഹതടവുകാരനോടോ അല്ലെങ്കിൽ ഇയാളുടെ സെല്ലിൽ ഇയാളെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഇനിയും പരിശോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഫാൻ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെയാണ്. അഫാൻ്റെ ഈ സ്ഥിതിവിശേഷം അറിഞ്ഞിട്ടും അഫാൻ്റെ പിതാവ് പറഞ്ഞത് അവൻ്റെ
അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കിനി ഒന്നും പറയാനും ചെയ്യാനുമില്ല. അവൻ ചെയ്തതിൻ്റെ ഈ കുറ്റം ഇല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ തന്നെ അനുഭവിച്ച് തീർക്കട്ടെ എന്ന് വളരെ നിസ്സംഗതയോടുകൂടിയാണ് അഫാൻ്റെ പിതാവ് റഹീം പ്രതികരിച്ചത്. മകൻ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് എന്ന് അയാൾ ഭാര്യയോടും പറഞ്ഞു കഴിഞ്ഞു. ഭാര്യ കരഞ്ഞു എന്നും വേദനയോടെ അലറി വിളിച്ചു എന്നുമൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ആ ഒരു തരത്തിലും നമുക്ക് അഫാനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ മരണത്തിൽ സഹതപിക്കാൻ മാതാപിതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു മാതാവ് എന്നുള്ള നിലയിൽ ഷമി എന്ന് പറയുന്ന അഫാൻ്റെ മാതാവിന് ചിലപ്പോൾ കരയാതിരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർ ഇനി കാണാൻ ശ്രമിക്കില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. അഫാൻ ഏതാണ്ട് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അഫാന് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല. അഫാൻ ഈ സ്ഥിതി കുറേ നാൾ കോമയിൽ തന്നെ തുടരും എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നു. അങ്ങനെ ആണെങ്കിൽ കൂടി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വെന്റിലേറ്റർ മാറ്റിയാൽ ഉടൻ മരണം സ്ഥിരീകരിക്കേണ്ടി വരും. ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം കൂടുതൽ സമയത്തേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. കാരണം 23 വയസ്സ് മാത്രമേ ഇയാൾക്കുള്ളൂ. അതിനുള്ളിൽ അയാളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു പക്ഷേ വീണ്ടും സ്വന്തം നിലയിൽ ശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞേക്കും എന്ന് ചെറിയൊരു പ്രതീക്ഷ ഡോക്ടേഴ്സ് വെക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയേണ്ടി വരും. ഈ അഫാൻ എന്ന് പറയുന്ന ഈ 23-കാരൻ ഈ ശ്രമിക്കുന്ന 4ാമത്തെ സൂയിസൈഡാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സൂയിസൈഡ് ശ്രമം. അതിൽ ആദ്യത്തേത് 8ാം ക്ലാസ്സിലുള്ള എലിവിഷൻ കഴിക്കലാണ്. അത് വീട്ടിൽ ഏതോ ഒരു സാധനം ആവശ്യപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ആദ്യം ചെറിയ തരത്തിലുള്ള എലിവിഷം അയാൾ കഴിച്ചതും പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി വയർ കഴുകി അതിൽ നിന്നും ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അയാൾ വാങ്ങിവെച്ചിരുന്ന എലിവിഷം കഴിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ വിവരം പറഞ്ഞതും താനും എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞതും. പോലീസ് ഈ കൊലപാതകം സ്ഥിരീകരിച്ചതിന് ശേഷം അഫാനെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നുള്ള ചികിത്സയിലാണ് ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും ഇയാളെ രക്ഷപ്പെടുത്തി എടുത്തതും. പക്ഷേ ഈ ജയിലിൽ വെച്ചും ഒരു തവണ ഇതുപോലെ അയാൾ കൊട്ടിത്തൂങ്ങി മരിക്കുന്നതിന് ശ്രമിച്ചിരുന്നു. അപ്പോഴും പെട്ടെന്ന് അധികൃതരുടെ കണ്ണിൽപ്പെട്ടതുകൊണ്ട് അതും പൊളിഞ്ഞു. പക്ഷേ കൗൺസിലിംഗ് നടത്തിയപ്പോൾ താൻ ഇനി ആത്മഹത്യയൊന്നും ചെയ്യില്ല എന്ന് കൗൺസിലറോട് ഇയാൾ പറഞ്ഞു. എങ്കിലും പോലീസിനോട് പറഞ്ഞത് ഞാൻ ഇനിയും ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിച്ചിരിക്കണമെന്നില്ല എന്നുള്ളതാണ്. അതായത് ആത്മഹത്യ ചെയ്യാൻ അഫാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ട് തനിക്ക് സുഖിച്ച് ജീവിക്കണം എന്ന് ഈ 23-കാരൻ ആഗ്രഹിച്ചിട്ടില്ല. കാമുകിയെ കൊന്നു, അനിയനെ കൊന്നു, ഫാദറിൻ്റെ ഉമ്മയെ കൊന്നു, ഫാദറിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊന്നു, സ്വന്തം ഉമ്മയെയും കൊലപ്പെടുത്താൻ തന്നെ അയാൾ തുനിഞ്ഞു. എല്ലാവരെയും ഇല്ലാതാക്കുകയും ഒപ്പം താനും ഇല്ലാതാവുക എന്നുള്ളതായിരുന്നു അഫാൻ്റെ ലക്ഷ്യം. 48 ലക്ഷം രൂപയുടെ കടം വരുത്തി വച്ചതിൻ്റെ പഴി കേട്ടു. ഒരാളും സഹായിക്കാൻ വന്നില്ല എന്നതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മാനസിക അവസ്ഥയിലാണ് ഇയാൾ എത്തപ്പെട്ടത്. കൊല നടത്തുന്ന ദിവസം ഏറ്റവും കുറഞ്ഞത് 50,000 രൂപയെങ്കിലും ആ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഈ കൊലപാതകം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് ഒരു പക്ഷേ അഫാന് മാനസികമായി അന്ന് അത് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. ബാങ്കിൽ നിന്നും പിറ്റേന്ന് ജപ്തി ഉണ്ടാകും എന്നുള്ള ഭീഷണിയും, അതുപോലെ ബന്ധുക്കളിൽ ഒരാൾ ഉമ്മയുടെ സഹോദരി വന്ന് വീട്ടിൽ സത്യാഗ്രഹം ഇരിക്കും, അന്ന് 75,000 രൂപ കൊടുക്കണം എന്നുള്ള അവരുടെ ഡിമാൻഡും ഒക്കെ കൂടി ചേർന്ന ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു അന്ന് ഉമ്മയും മകനും. തുടർന്നാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പിന്നീട് വാർത്തകളിൽ നിന്നും കാണുന്നത്. പക്ഷേ കടമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയാണോ അതിനുള്ള പോംവഴി എന്ന് ചോദിച്ചാൽ ഉത്തരം അഫാന് മാത്രമേ പറയാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന പോലീസിൻ്റെ നിരന്തരം ചോദ്യം ചെയ്യലിലും ഈ ഒരു കാര്യം തന്നെയാണ് അവൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. കാമുകിയെയും അനിയനെയും കൊന്നത് താൻ ഇല്ലാത്തൊരു ലോകത്ത് അവരും വേണ്ട എന്നുള്ളത് കൊണ്ടാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത വ്യക്തിയാണ് അഫാൻ. എന്നിട്ടും അഫാൻ
സ്വന്തം ഉമ്മയെ, ഒരുപാട് വേദനകൾ സഹിച്ച ക്യാൻസർ പേഷ്യൻ്റായ ഉമ്മയെ കൂടി അഫാൻ കൊന്നതോടുകൂടി അഫാനോടുള്ള എല്ലാ കാരുണ്യവും സ്നേഹവും ദയയും എല്ലാ ബന്ധുക്കളിൽ നിന്നും ഇല്ലാതാവുകയാണ് ചെയ്തത്. സ്വന്തം മാതാപിതാക്കൾ പോലും ഇപ്പോൾ അയാളെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്തായാലും അഫാൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിയാണ്.